ദിവസത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാരണത്തിൽ വഹിക്കാൻ വന്നിരിക്കുന്ന പിന്നെ പുള്ളിക്കണക്ക് പ്രധാനെയും അത്തരത്തിലുള്ള എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ആൽഫിൻ്റെയും സാന്ദ്രയുടെയും മാതാപിതാക്കളെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വാഗ്ദത്തത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനങ്ങളിലാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തെ ജീവിക്കുവാൻ ആൽഫിനെയും സാന്ദ്രയെയും അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലെങ്കിൽ പൊന്നു പൊതിഞ്ഞതാകുന്നു. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും എല്ലാ തലമുറകളും അവന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തെ വിളഞ്ഞു കിടക്കുന്ന മന്ദിരവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവേ, ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിടുന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോവിനും മുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അടിച്ചേര മിശിക ആൽഫിനും സാന്ദ്രയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും മാർഗദീപമായിരിക്കട്ടെ. Shame
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥാ നയിക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്ധകനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ ജീവിതായും ദൈവികവുമായ കൽപ്പന ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മകളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മനസാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതുമാറ്റൂ. നല്ല നീലങ്ങളിൽ വീണൊരു സ്തുതിഗീതമാലപിക്കൂ. സമാധാനം നമ്മോടുകൂടെ. പോലെ ഈശോ അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നീ മനസ്സിദ്ധമാണോ? ഈശോ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവൾ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും.
അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിനായി സ്തുതി. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഇരിക്കുക. You are no more two but one body. ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്. ഈശോ വിവാഹത്തെ വൺ ഇൻ ബോഡി, ഇൻ സ്പിരിറ്റ്, ഇൻ സോൾ, ഇൻ ഹാർട്ട്, ഇൻ എവരിത്തിങ്. അതിനുള്ള ആശംസയാണ് ഇന്ന് മനോഹരമായിട്ടുള്ള വല്ലച്ചിറ ഇടവക ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ വിവാഹിതരാകുമ്പോൾ ഞങ്ങൾ നേരുന്നത്. ആൽഫിനും സമൃദ്ധിയുണ്ടാകും, നന്മയുണ്ടാകും. അതിന് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂടെ ആരംഭിക്കുക. വല്ലച്ചിറ ഇടവക തട്ടിൽ പിടിയത്ത് തറവാട്, സൗത്താണിശ്ശേരി ഇടവക കുടിയൻ തറവാടും തമ്മിലുള്ള ബന്ധം. ശ്രീ ജോൺസന്റെയും ശ്രീമതി മോളിയുടെയും കുടുംബം, ശ്രീ സാജന്റെയും ശ്രീമതി സന്ധ്യയുടെയും കുടുംബം. ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്ന് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുമ്പോൾ ഈ ബന്ധം ആൽഫിൻ്റെയും സാന്ദ്രയുടെയും ദാമ്പത്യ ബന്ധത്തിന് കൂടുതൽ കരുത്തു പകരട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നത്. ഈ വിവാഹം ആശീർവദിക്കാനായി ഇവിടെ ഞാൻ നോക്കുമ്പോൾ ആൽഫിൻ്റെ ഇടവകയിലെ പഴയ വികാരിച്ചന്മാരുണ്ട്, ഇപ്പോഴത്തെ വികാരിച്ചുണ്ട്, ഇടവാംഗങ്ങളുണ്ട്, സാജൻ്റെ ഇപ്പോഴത്തെ വികാരിച്ചൻ, പിന്നെ സുഹൃത്തുക്കൾ, അച്ഛന്മാർ, കുടുംബാംഗങ്ങൾ, അങ്ങനെ ഒരു വലിയ വൈദിക സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആശീർവാദം നടക്കുന്നത്. അപ്പോൾ രണ്ട് കുടുംബങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സാജൻ്റെ കുടുംബം നന്നായിട്ട് അറിയാം, സാജനെയും സാജൻ്റെ കുടുംബത്തെ നന്നായിട്ട് അറിയാം. ശ്രീ ജോൺസന്റെ കുടുംബം ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ടു. രണ്ട് കുടുംബങ്ങളും പള്ളിയോടും സഭയോടും വിശ്വാസ കാര്യങ്ങളിലും നല്ല തീഷ്ണതയുള്ള രണ്ട് കുടുംബങ്ങളാണ്. വ്യത്യസ്ത തലങ്ങളിൽ രണ്ടുപേരും ബിസിനസ് തലത്തിലും നല്ല എൻ്റർപ്രണേഴ്സായിട്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തലങ്ങളിലും നല്ല വിറ്റ്നസ് സാക്ഷ്യം നൽകുന്ന രണ്ട് കുടുംബങ്ങൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലും നല്ല ആഴമേറിയ വിശ്വാസവും നല്ല ഔദാര്യ മനോഭാവവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ നിറഞ്ഞ ഒരു കുടുംബമാകണം. ഞാൻ ഈ വിവാഹ അവസരത്തിൽ സന്ദേശമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് 3-4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഡോണ്ട് ഫോർഗെറ്റ് ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. തമ്പുരാനിൽ ആശ്രയിക്കാൻ മറക്കരുത്. തനായാലും കല്യാണ വിരുന്നിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ കുറവുകളൊക്കെ നിറവുകളായിട്ട് മാറി. അത് തമ്പുരാൻ്റെ ഇടപെടലാണ്. നിങ്ങളുടെ കുടുംബത്തിൽ തീർച്ചയായിട്ടും സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, രോഗം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ടാവും, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ടാവും, അഴിക്കാൻ പറ്റാത്ത പല കുരുക്കുകളിലും വന്നെന്ന് പെട്ടെന്നിരിക്കും. ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവരി ലൈഫ്. ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടെ തകരാതെ മനോധൈര്യത്തോടുകൂടെ ദൈവാശ്രയ മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ പ്ലീസ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. തമ്പുരാനെ ആശ്രയിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഞാൻ വിചാരിച്ചു ചോദിച്ചാൽ ആരൊക്കെ സാക്ഷികളാണ്. ആ സാക്ഷിയുടെ സാന്നിധ്യത്തിൽ മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും കൂടെ നിങ്ങൾ ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ കൺസെൻറ്റ് നിങ്ങൾ പ്രകടമാക്കും. അതിനുശേഷം ആൽഫിൻ സാന്ദ്രയുടെ കാര്യത്തിൽ താല്പര്യം. ആൽഫിനും സാന്ദ്രയും വിവാഹമോചനം കൈമാറും, മന്ത്രകോടി അണിയിച്ചു, ജപമാല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെയൊക്കെ സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്
വിശുദ്ധ സുവിശേഷത്തിൽ വലത് കൈ വെച്ചിട്ട് നിങ്ങളൊരു പ്രതിജ്ഞയെടുക്കും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും, ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. രണ്ട് മാനദണ്ഡം. ഏത് കോൺട്രാക്ട് ചെയ്യുമ്പോഴും അതിന് ചില കണ്ടീഷൻസ് ആണ്. ഇപ്പം നിങ്ങളുടെ വിവാഹം എന്ന ഈ കോൺട്രാക്റ്റിന് 2 കണ്ടീഷൻസ്. ഒന്ന് ഫിഡലിറ്റി, രണ്ടാമത്തേത് എല്ലാം. നല്ല വിശ്വസ്തരായിട്ടുള്ള ദമ്പതികളാണ്. എനിക്ക് ആൽഫിനെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടു, സാന്ത്വനെ എനിക്കറിയാം. അപ്പോൾ ഈ 2 പേരും നല്ല നന്മയുള്ളവർ, ഹൃദയത്തിൽ നല്ല സ്നേഹമുള്ളവർ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല വിശ്വസ്തരാകുന്നതായിട്ട് സംശയമില്ല. ആൽഫിൻ 100% സാന്ദ്രയോടും, സാന്ദ്ര 100% ആൽഫിനോടും വിശ്വസ്തത. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ആരംഭിക്കുന്ന ദാമ്പത്യ ബന്ധത്തിന് പുറത്ത് മറ്റൊരു ലൈംഗിക ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് അർത്ഥം. ഇത് മരണം വരെ നിലനിൽക്കണം ഈ ബന്ധം. അപ്പം അതിന് നല്ല വിശ്വസ്തയോടുകൂടെ നിങ്ങളുടെ ജീവിത പങ്കാളി അറിയുന്നുണ്ടോ ഇല്ലയോ എന്നല്ല മാനദണ്ഡം. ജീവിത പങ്കാളി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അനുസൃതമായിട്ടുള്ള വിശ്വസ്തത, ഫിഡലിറ്റി എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ കാര്യം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ദമ്പതികളെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്: There is no perfect husband in the world. There is no perfect wife in the world. And therefore, tolerate, forgive, respect, love and live together. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഈ ലോകത്തിൽ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരില്ല. നിങ്ങൾ ആൽഫിൻ വിചാരിക്കാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ പെർഫെക്റ്റ് ആവണമെന്നില്ല. സാന്ത്വന വിചാരിക്കാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ പെർഫെക്റ്റ് ആവണമെന്നില്ല. അപൂർണതകളൊക്കെ എല്ലാവരിലും. ഇപ്പം എന്താ ചെയ്യേണ്ടത്? പ്ലീസ് ടോളറേറ്റ് ഈച്ച് അതർ. പരസ്പരം ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകുക. ഫോർഗീവ് ഈച്ച് അതർ, ക്ഷമിക്കണം. റെസ്പെക്ട് ഈച്ച് അതർ. തുല്യ വ്യക്തിത്വമുള്ള 2 വ്യക്തികളാണ്, പരസ്പരം റെസ്പെക്ട് ചെയ്യണം. ലവ് ഈച്ച് അതർ ആൻഡ് ലീവ് ടുഗദർ. അപ്പോൾ പിന്നെ ജീവിക്കാൻ നല്ല സന്തോഷമാണ്. പിന്നെ പരാതികളില്ലാത്ത പരിഭവമില്ലാത്ത ഊഷ്മളമായിട്ടുള്ള ദാമ്പത്യം. ഫോർഗീവ്, റെസ്പെക്ട്, ലവ് ആൻഡ് ലീവ് ടുഗദർ. ഇതാണ് സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷൻസ്. എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സാജൻ പിന്നെ ജോൺസൺ 2 പേരും എന്നെ ക്ഷണിച്ചു. ഞാൻ വന്നു. പിന്നെ മാമോദീസയ്ക്ക്, കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് എന്നെ ക്ഷണിക്കണം. നമുക്ക് പരാതിയൊന്നുമില്ല, എന്നെ ക്ഷണിക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 1ാമത്തെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് ക്ഷണിക്കണ്ട, 2ാമത്തേനും ക്ഷണിക്കണ്ട, 3ാമത്തേനും ക്ഷണിക്കണ്ട, 4ാമത്തെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് എന്നെ ക്ഷണിച്ചോളൂ, ഞാൻ വരാം. നേരത്തെ കുട്ടി ഓഫർ ചെയ്യാം. 4ാമത്തെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് എന്നെ ക്ഷണിക്കണം, ഞാൻ വരും. വന്ന് സ്വർണ്ണക്കോയിന് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകണം. ഞാനത് ഓർമ്മിപ്പിക്കുന്നത് ഇവിടെയുള്ള എല്ലാ യുവതകളും, പലച്ചെറിയനുള്ളവരും, പിന്നെ സൗത്താനശ്ശേരിന്നുള്ളവരും, പിന്നെ ബന്ധുമിത്രാദികളായിട്ടുള്ളവരോടൊക്കെ. കാരണം മറ്റൊന്നല്ല, നമ്മുടെ ഒരു ഭൗതികവൽക്കരണത്തിൻ്റെ, ഒരു സെക്കുലറൈസേഷൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ക്രൈസ്തവ ചൈതന്യത്തിൽ നിന്ന് ഒരു സെക്കുലർ കൾച്ചറിലേക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ആക്രമണങ്ങൾ മാറി. അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ക്രൈസ്തവരൊക്കെ പുറന്തള്ളി. സാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അങ്ങനെ രാഷ്ട്രീയക്കാരെ, ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമുള്ളൂ. രാഷ്ട്രീയത്തിൽ വരുന്നവർ വളരെ ചുരുക്കം, വലിയ എണ്ണാവുന്നത്. ജോൺസൺ ആണെങ്കിൽ നല്ലൊരു ബിസിനസ്മാനാണ്. അതുപോലെ ബിസിനസ്സുകാരുടെ എണ്ണവും പോയില്ല. സിവിൽ സർവീസിൽ വരുന്നവരുടെ എണ്ണം തീർത്തും പോകണം. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരാൾ പോലും ഇപ്പോൾ കിട്ടാനില്ല. ഒരു ഓഫീസിൽ ചെന്നാൽ, കളക്ടറേറ്റിൽ ചെന്നാൽ, ഒരു സെക്രട്ടേറിയറ്റിൽ ചെന്നാൽ, വില്ലേജ് ഓഫീസിൽ ചെന്നാൽ,
അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഞ്ചായത്തിൽ ചെന്നാൽ ക്രൈസ്തവരുടെ സാന്നിധ്യം നോക്കി സംഭവിച്ചു പോയത് എന്താണ്? അതായത് മുൻ തലമുറ എപ്പോഴും ഒരു ക്രൈസ്തവ ക്രിസ്ത്യനൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് മക്കളുണ്ടാകുന്നതിൽ ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം പിതൃത്വമൊക്കെ നിർവഹിക്കുന്നതിൽ നല്ല താല്പര്യം ഉണ്ടായി. പക്ഷെ ഒരു സെക്യുലർ കൾച്ചറിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ കടന്നു വന്നപ്പോഴാണ് അത് കൽപ്പിച്ചു കൂട്ടിയിട്ടൊന്നല്ല, അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വഴി വരും. അപ്പൊ ദിസ് ഈസ് ദ നോർമൽ എന്നുള്ള ചിന്തയിൽ എല്ലാവരും കുടുംബാസൂത്രം നടത്തി 2 മക്കളെ. ഞാൻ പറയാൻ ഞാൻ 4ാമത്തെ കുട്ടി എൻ്റെ കുടുംബത്തിൽ. എൻ്റെ മാതാപിതാക്കൾ 2 മക്കൾ മതി എന്ന് കരുതിയെങ്കിൽ ഞാനൊന്നും ഈ ലോകത്തിൽ ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എത്ര പേരുണ്ടാവും? നിങ്ങളുടെ മാതാപിതാക്കൾ 2 മക്കൾ മതി എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ഈ ലോകത്തുണ്ടാവും? വളരെ ചുരുക്കം പേരുണ്ടാവും. ഇതൊരു ക്രിസ്ത്യൻ കൾച്ചറിന്റെ പകരം ഒരു സെക്യുലർ കൾച്ചറിലേക്ക് വന്നു. അതിൻ്റെ ആപത്താണെന്ന് മുഖ്യ ധാരയിൽ നിന്ന് ക്രൈസ്തവരൊക്കെ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു. ഈ വല്ലച്ചാല മനോഹരമായിട്ടുള്ള ഈ പള്ളി സൗത്താണിശ്ശേരി എന്നപ്പോഴും ഞാൻ അവിടെ ചെന്ന് പറഞ്ഞേക്കാളും മനോഹരമായിട്ടുള്ള പള്ളി. അപ്പൊ ഈ പള്ളികളൊക്കെ ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ എനിക്ക് തന്നെ ആശങ്കയാണ്. ഒരു 100 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള കുടുംബങ്ങൾ പകുതി പോലും ഉണ്ടാവില്ല. ഒരു 300 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റപ്പെട്ട ചില കുടുംബങ്ങളാവും ഇങ്ങനെ പോയി. അപ്പോൾ ഈ പള്ളിയൊക്കെ മറ്റു മതസ്ഥരുടെ ആരാധനാലയമൊക്കെ ആയിട്ട് മാറുകയോ അല്ലെങ്കിൽ വല്ല റിസോർട്ടായി മാറുകയോ അല്ലെങ്കിൽ വെറും മോണിമെൻ്റ് ആയിട്ട് മാറുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുണ്ടാകാതിരിക്കാൻ ക്രിസ്തു ഏക രക്ഷകനാണെന്നുള്ള നല്ല ബോധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരണം. ആ ക്രിസ്തുവിന്റെ രക്ഷയിൽ പങ്കുപറ്റുന്നവർ ആ രക്ഷ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കുടുംബ തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സാന്ദ്രി നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? സാന്ദ്ര, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആൽഫിൻ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. ആൽഫിൻ, സാൻഡ്ര, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി ഇപ്പോൾ പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായി നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. മോതിരങ്ങൾ വെഞ്ഞിരിപ്പ് കർത്താവായ ദൈവമായ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി അവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. മന്ത്രകോടി വെഞ്ഞിരിപ്പ് കൃപാവരത്തിന്റെ അനശ്വര വസ്തുത മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ പൂർവ്വം ആശീർവദിക്കണം. യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ കുടുംബമാ യാഗവേദിയിൽ
മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നവദമ്പതികളായ ആൽഫിനെയും സാൻഡ്രിയെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തെ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കും. ഇവിടെ മാതാപിതാക്കളോടും മറ്റു കുടുംബാംഗങ്ങളോടും ഇന്നത്തെ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.